2025 ജനുവരി 10 മലയാളിയുടെ ദിനസരിയിൽ ഇനി മുതൽ 2 മഹാഗായകരുടെ പേരുകളിൽ കൂടി രേഖപ്പെടുത്തും. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ മധുചന്ദ്രികയായ പി. ജയചന്ദ്രൻ മണ്ണിൽ ലയിച്ച ദിനം. ലോക സംഗീതത്തിന് മലയാളം സംഭാവന ചെയ്ത യേശുദാസ് എന്ന മഹാഗായകന്റെ 85-ാം പിറന്നാൾ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ഒരാൾ ജീവിതചക്രം പൂർത്തിയാക്കുമ്പോൾ മറ്റേയാൾ അനശ്വരതയുടെ നിത്യതയിലേക്ക് വിലയം പ്രാപിക്കുകയാണ്. മലയാള ഗാനമേഖല അതുല്യരായ ആ 2 ഗായകരുടെ ഇടംവലം കൈകളിൽ പിടിച്ചു തുടങ്ങിയ യാത്ര എത്തിനിൽക്കുന്നത് അനുഗ്രഹീതരായ അനേകം ഗായകരുടെ പിന്നണി നിരയോടെയാണ്. യേശുദാസ് ജയചന്ദ്രൻ യുഗത്തിൽ നിന്നും ജയചന്ദ്രൻ മടങ്ങുമ്പോൾ യേശുദാസിന്റെ 85-ാം പിറന്നാളിനെ മൗനമായി ഏറ്റുവാങ്ങുക കൂടിയാണ് മലയാളികൾ. യേശുദാസ് എന്ന മഹാഗാന വിസ്മയത്തെക്കുറിച്ച് രവി മേനോൻ. ശിശുദിനം മാത്രമല്ല മലയാളികൾക്ക് നവംബർ 14. ജനപ്രിയ സംഗീതത്തിലെ മറക്കാനാവാത്ത ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. യേശുദാസ് എന്ന ചലച്ചിത്ര പിന്നണി ഗായകൻ പിറവിയെടുത്ത ദിനം. അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിൻ്റെയും മകനായി കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് ജനിച്ചു വീണത് 1940 ജനുവരി 10 പക്ഷേ ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ശ്രീനാരായണ ഗുരുദേവ ശ്ലോകം പാടി യേശുദാസ് എന്ന പിന്നണി ഗായകൻ ജന്മം കൊണ്ടത് പിന്നെയും 2 ദശകങ്ങൾ കൂടി കഴിഞ്ഞാണ്. 1961 നവംബർ 14. 55 വർഷം മുൻപത്തെ ആ അരങ്ങേറ്റ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമുണ്ടായ ആരുമില്ല ഇന്ന് നമുക്കൊപ്പം. കാൽപ്പാടുകളുടെ സംവിധായകൻ KS ആന്റണി, മുഖ്യ നിർമ്മാതാവ് രാമൻ നമ്പിയത്ത്, സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ, ഗാനരചയിതാവ് P. ഭാസ്കരൻ, ഗായകൻ KP ഉദയഭാനു, ഗായിക P. ലീല, ശാന്ത P. നായർ, റെക്കോർഡിസ്റ്റ് കോടീശ്വര റാവു. എല്ലാവരും ഓർമ്മയായി. 2014 ഫെബ്രുവരി 26 രാമൻ നമ്പിയത്ത് കഥാവശേഷനായത്. അവസാനമായി അയച്ച പോസ്റ്റ് കാർഡിൽ തെല്ലുവിറയാർന്ന കൈപ്പടയിൽ നമ്പിയത്ത് എഴുതി: ഇന്ന് നവംബർ 14, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം. കടന്നു പോകുന്ന വഴികളിലെ പ്രതിസന്ധികളും തിരിച്ചടികളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറക്കാൻ ആ ഒറ്റ ദിവസത്തിൻ്റെ ഓർമ്മ മതി. അന്ന് തെല്ലൊരു പരിഭ്രമത്തോടെ ആദ്യ ഗാനം പാടാൻ ഭരണി സ്റ്റുഡിയോയിൽ വന്നു നിന്ന കുട്ടിയുടെ രൂപമിതാ ഈ നിമിഷവും ഓർക്കുന്നു ഞാൻ. യേശുദാസ് എന്ന ആ കുട്ടിയുടെ ഉദയത്തിന് ഒരു നിമിത്തമാകാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. മരണതീരത്തേക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നടന്നു ചെല്ലാൻ ആ ഓർമ്മയുടെ തണൽ മാത്രം മതി എനിക്ക്. സ്നേഹവാത്സല്യങ്ങളുടെ വിളനിലമായ ഒരു പഴയ മനസ്സിൻ്റെ ആത്മഗതം പോലെയാണ് ആ വാക്കുകൾ അന്ന് അനുഭവപ്പെട്ടത്. അതിനുമപ്പുറം ആഴമുള്ള എന്തൊക്കെയോ അർത്ഥതലങ്ങൾ അവയ്ക്കുണ്ടായിരുന്നു എന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് മാസങ്ങൾക്കു ശേഷം നമ്പിയത്തിൻ്റെ നിര്യാണ വാർത്ത കേട്ടപ്പോഴാണ്. 90-ാം വയസ്സിൽ മരണത്തിലേക്ക് സ്വയം നടന്നു ചെല്ലുകയായിരുന്നു നമ്പിയത്ത്. മുൻപൊരിക്കൽ അയച്ച കത്തിൽ അദ്ദേഹം എഴുതി ചേർത്തിരുന്ന കവിതയുടെ വരികൾ ഓർമ്മ വന്നു അപ്പോൾ: ഇത്തേ വെട്ടമായി പാറിപ്പറക്കുന്ന ഞാൻ ഒരു മിന്നാമിനുങ്ങ്, ഇക്കൊച്ചു ചൂട്ട് മിന്നിച്ചു മിന്നിച്ചു ഞാൻ നിൽക്കാതെ സഞ്ചരിച്ചിടും, ഇത്തിരി വെട്ടം പകർന്നു പകർന്നു ഞാൻ മൃത്യു വരിക്കും. അവസാനത്തെ 18 വർഷവും മരണത്തിൻ്റെ കാലൊച്ചയ്ക്ക് കാതോർത്താണ് അച്ഛൻ ജീവിച്ചതെന്ന് ഓർക്കുന്നു മകൻ രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ മുൻതലമുറയിൽ ആരും 72 വയസ്സിനപ്പുറം ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു അച്ഛന് ശിഷ്ടജീവിതം. അവസാന നാളുകളിൽ എഴുതിയ കവിതകളിലുമുണ്ടായിരുന്നു മരണത്തെക്കുറിച്ചുള്ള സൂചന. ആത്മഹത്യ ഭീരുത്വമല്ല എന്നായിരുന്നു ഒരു കവിതയുടെ തലക്കെട്ട് തന്നെ. അച്ഛനെ പിന്തുടർന്ന് അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റായ രഞ്ജിത്ത് പറയുന്നു: കടുത്ത ടൈഫോയിഡുമായി ആദ്യ ചലച്ചിത്ര ഗാനം പാടാനെത്തിയ യേശുദാസിനെ പറ്റി ആത്മകഥയായ കാൽപ്പാടുകളുടെ മുറിപ്പാടുകളിൽ വിവരിച്ചിട്ടുണ്ട് നമ്പിയത്ത്. പനി സാരമാക്കേണ്ട, അയാൾ പാടട്ടെ, നിർമ്മാതാവിൻ്റെ അധികാരസ്വരത്തിൽ നമ്പിയത്ത് പറഞ്ഞപ്പോൾ കാൽപ്പാടുകളുടെ സംവിധായകനും സംഗീത സംവിധായകനും അന്തം വിട്ടു. സാർ, ഇത് കുട്ടിക്കളിയല്ല, ലക്ഷങ്ങൾ മുടക്കിയുള്ള ഏർപ്പാടാണ്. പടം പൊട്ടാതെ നോക്കേണ്ട ബാധ്യതയുണ്ട് നമുക്ക്. മറ്റാരെങ്കിലും പാടാൻ വിളിക്കുകയല്ലേ യുക്തി. പക്ഷേ യുക്തിക്കെളുപ്പം വഴങ്ങിക്കൊടുക്കുന്ന ശീലം പണ്ടേ ഇല്ല നമ്പിയത്തിന്. പടം പൊട്ടിയാൽ പൊട്ടട്ടെ, എന്നാലും ഞാൻ ആ കുട്ടിക്കൊരു പാട്ട് കൊടുക്കും. ഉറച്ച സ്വരത്തിൽ നമ്പിയത്തിൻ്റെ മറുപടി. ജാതിഭേദം മതദ്വേഷം എന്ന 4 വരി ശ്ലോകത്തിന് പിന്നാലെ ശാന്ത P. നായർക്കൊപ്പം അറ്റൻഷൻ പെണ്ണെ എന്നൊരു യുഗ്മഗാനം കൂടി പാടി റെക്കോർഡ് ചെയ്യുന്നു നവാഗത ഗായകൻ. അത് കഴിഞ്ഞ് കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകിയിൽ നിന്നെടുത്ത ഒരു കാവ്യശലകത്തിലെ ഏതാനും വരികളും. സത്യം പറഞ്ഞാൽ ഗുരുദേവ ശ്ലോകത്തേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ചണ്ഡാല ഭിക്ഷുകിയുടെ ആലാപനമായിരുന്നു. നമ്പിയത്ത് വൈക്കം ചന്ദ്രൻ എന്ന സുഹൃത്ത് വഴിയാണ് യേശുദാസ് നമ്പിയത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്.
എൻ്റെ പരിചയത്തിൽ ഒരു പയ്യനുണ്ട്, ചന്ദ്രൻ പറഞ്ഞു. ഇത്ര നല്ല ശാരീരമുള്ള അതിനൊത്ത സ്വഭാവശുദ്ധിയുള്ള ഒരു കുട്ടിയെ ഇന്ന് വരെ കണ്ടിട്ടില്ല. കഴിയുമെങ്കിൽ അയാൾക്ക് സിനിമയിൽ പാടാൻ ചാൻസ് കൊടുക്കണം. അത്ഭുതം തോന്നി നമ്പിയത്തിന്. നല്ല പാട്ടുകാരനാണ് ചന്ദ്രൻ. കാൽപ്പാടുകൾ നാടകത്തിൽ പാടിയിട്ടുമുണ്ട്. സിനിമയിലും പാടാനുള്ള അവസരം ആവശ്യപ്പെടാമായിരുന്നു അയാൾക്ക്. ആ ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല താനും. പക്ഷേ ചന്ദ്രൻ ശുപാർശ ചെയ്തത് യേശുദാസിൻ്റെ പേരാണ്. ആ വലിയ മനസ്സിന് മുന്നിൽ നമിക്കാതെ വയ്യ. ചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം പടത്തിൻ്റെ നിർമ്മാതാവിനെയും സംവിധായകനെയും കാണാൻ യേശുദാസ് തിരുവനന്തപുരത്തെ പഴയ MLA ക്വാർട്ടേഴ്സിൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മുറിയിലെത്തുന്നു. യേശുദാസിനെ നേരത്തെ അറിയാം ആൻ്റണിക്ക്. ദാസിനെക്കുറിച്ച് കേരള ടൈംസ് പത്രത്തിൽ ആദ്യമായി ഒരു കുറിപ്പെഴുതിയത് ആൻ്റണിയാണ്. അന്ന് ഞങ്ങൾക്ക് വേണ്ടി യേശുദാസ് 1-2 പാട്ടുകൾ പാടി. ഒരു കീർത്തനവും മധുരോദാരമായ ശബ്ദം. ഏത് സ്ഥായിയിലൂടെയും അനായാസം സഞ്ചരിക്കാനാവും അതിന്. ഈ കുട്ടിക്ക് എൻ്റെ സിനിമയിൽ ഒരു പാട്ട് നൽകുമെന്ന് അന്നേ മനസ്സിൽ തീരുമാനിച്ചിരുന്നു നമ്പിയത്ത്. അടുത്തൊരു ദിവസം പീച്ചി ഡാം ഹൗസിൽ MB ശ്രീനിവാസിനെ ചെന്ന് കാണുന്നു യേശുദാസ്. പിന്നീടുള്ള ചരിത്രമാര് ഒരു സംഗീത യുഗത്തിൻ്റെ ചരിത്രം. പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടെങ്കിലും കാൽപ്പാടുകൾ വെളിച്ചം കണ്ടത് അടുത്ത വർഷം സെപ്റ്റംബർ 7-നാണ്. അതുകൊണ്ട് തന്നെ യേശുദാസിൻ്റെ ശബ്ദം പ്രേക്ഷകർ ആദ്യം കേട്ടിരിക്കുക ആ ചിത്രത്തിലല്ല. 1962 ഫെബ്രുവരി 23-ന് പുറത്തു വന്ന വേലുത്തമ്പി ദളവയിലാണ്. അഭയദേവ് എഴുതി ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയ പുഷ്പാഞ്ജലികൾ പുഷ്പാഞ്ജലികൾ പുരുഷസിംഹമേ ജന്മഭൂമിയെ എന്ന ശീർഷക ഗാനം. തൊട്ടു പിന്നാലെ ശാന്തിനിവാസ് 1962 മാർച്ച് 8-ന് റിലീസായ ഈ മൊഴിമാറ്റ ചിത്രത്തിനു വേണ്ടി ഘണ്ടശാലയുടെ സംഗീതത്തിൽ 3 പാട്ടുകൾ പാടി യേശുദാസ്. ആ വർഷം പുറത്തു വന്ന ശ്രീകോവിൽ, പാലാട്ടുകോമൻ എന്നീ ചിത്രങ്ങളിലും ഉണ്ടായിരുന്നു യേശുദാസിൻ്റെ ശബ്ദ സാന്നിധ്യം. എങ്കിലും ആദ്യത്തെ ഹിറ്റിനു വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നു പുതുഗായകന്. കണ്ണും കരളും എന്ന ചിത്രത്തിലെ ആരെ കാണാൻ അലയുന്നു കണ്ണുകൾ, ഭാഗ്യജാതകത്തിലെ P. ഭാസ്കരൻ ബാബുരാജ് സഖ്യം ഒരുക്കിയ ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്ന ഹിറ്റ് ഗാനം കൂടി പുറത്തു വന്നതോടെ 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജൈത്രയാത്രയ്ക്ക് തുടക്കമായി. ചരിത്രത്തിൽ ഇടം നേടിയെങ്കിലും കാൽപ്പാടുകൾ മധുരമുള്ള ഓർമ്മയായിരുന്നില്ല നമ്പിയത്തിന്. ആഘോഷപൂർവ്വം പ്രദർശനം ആരംഭിച്ച പടം ബോക്സ് ഓഫീസിൽ തകർന്നു. പരാജയത്തിൻ്റെ ആഘാതത്തിൽ ആകെ തളർന്നുപോയി നമ്പിയത്ത്. സാമ്പത്തിക പ്രശ്നങ്ങളെക്കാൾ ഭീകരമായിരുന്നു സമൂഹത്തിൻ്റെയും ബന്ധുക്കളുടെയും ഒറ്റപ്പെടുത്തൽ. ഒരു ഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു പോയ കഥ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് അദ്ദേഹം. അവസാനത്തെ വൈക്കോൽ തുരുമ്പം കൈവിട്ടു പോയിരുന്നു. വീടുൾപ്പെടെ അവശേഷിച്ച സ്വത്തുക്കൾ മുഴുവൻ അടുത്ത ബന്ധുവിന് തീറെഴുതി കൊടുത്ത് ഇരുചെവി അറിയാതെ ഞാൻ നാട് വിട്ടു കുടുംബസമേതം. നമ്പിയത്ത് അങ്ങനെയാണ് എഴുതിയത്. പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്തുള്ള പത്തംകുളം എന്ന ഗ്രാമത്തിലേക്കായിരുന്നു ആ പലായനം. രാമൻ നമ്പിയത്ത് എന്ന സിനിമാ നിർമ്മാതാവ് രാമൻ നമ്പിയത്ത് എന്ന കർഷകനായി മാറുന്നു അതോടെ. പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ്. പതുക്കെ പത്തംകുളത്തുകാരുടെ പ്രിയപ്പെട്ട രാമേട്ടനായി മാറി അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് വരെയായി. മരണം വരെ പത്തംകുളത്തെ മണ്ണിനെ സ്നേഹിച്ചു നമ്പിയത്ത്. പഴയ കഥകൾ ഓർക്കാറില്ല. ഏറെയും വേദന നിറഞ്ഞ അനുഭവങ്ങളാണ്. പക്ഷേ ആ വേദനകളെല്ലാം കഴുകിക്കളയാൻ ഒന്ന് മാത്രം മതി എനിക്ക്, യേശുദാസിൻ്റെ ശബ്ദം എന്നും നമ്പിയത്ത് പറഞ്ഞു. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ നാദോപാസകൻ മലയാളത്തിൻ്റെ ഭാവഗായകനായിരുന്നു. പാട്ട് തീർത്തു മടങ്ങിയത് സ്വർഗവാതിൽ തുറന്ന പുണ്യ സമയത്തും. തൻ്റെ നാദസൗഭഗവും ജീവിത സൗഭാഗ്യങ്ങളത്രയും ഗുരുവായൂരപ്പൻ്റെ കൃപയാണെന്നും ഗുരുവായൂരപ്പൻ നിശ്ചയിക്കുന്നതുവരെ താൻ പാടുമെന്നും പല അഭിമുഖങ്ങളിലും ജയചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അവസാനം ആ നാദം നിലച്ചത് വൈകുണ്ഠ ഏകാദശി പുണ്യം നിറഞ്ഞ സമയത്തായത് ഭക്തനായ ഭാവഗായകനെ ഭഗവാൻ പുനർജന്മരഹിതമായ മോക്ഷപദത്തിൽ എത്തിച്ചു എന്നതിന് തെളിവാക്കുന്നു. രോഗമുക്തനായി വീണ്ടും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ജയചന്ദ്രൻ ആലപിച്ചതും ഗുരുവായൂരപ്പ ഭക്തഗാനമായിരുന്നു. ഗുരുവായൂർ നാഥനാം ഗുരുവായൂരപ്പനെ ഗുരുവായൂരെത്തി ഞാൻ തൊഴുതു നിൽക്കെ, അവിടുന്ന് അരുളുന്നു നാരായണ മന്ത്രം നരനായ എന്നുടെ മോക്ഷത്തിനായി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തത്. ആ ഗാനത്തിലെ വരികൾ പോലെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആ നാദശരീരത്തിന് സായുജ്യവും നൽകി. പുണ്യജന്മം ധന്യജന്മം പ്രണാമം എന്നാണ് വരികളിൽ കുറിച്ചിരിക്കുന്നത്.